അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ വഴി തടഞ്ഞ് ഒറ്റയാൻ കബാലി. മരം കുത്തിമറിച്ചിട്ട ശേഷം ആന റോഡിൽ തന്നെ നിലയുറപ്പിച്ചു. KSRTC ബസ് അടക്കം നിരവധി വാഹനങ്ങൾ ഉൾവനത്തിൽ കുടുങ്ങിപ്പോയി. ഇപ്പോഴൊരു വാർത്ത വരുന്നുണ്ട്. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. സൂരജ് സജി നമുക്കൊപ്പം ചേരുകയാണ്. സൂരജ് സജി, കുറേ അധികം സമയം ഈ കബാലി റോഡിൽ തന്നെ നിന്നു. മാത്രമല്ല ഇടത്തും രണ്ട് സ്ഥലങ്ങളിലുമായി ഒരുപാട് വാഹനം കുടുങ്ങിപ്പോയി. മാത്രമല്ല മലക്കപ്പാറ റോഡിൽ ആ വനപ്രദേശത്ത് ഒരുപാട് വണ്ടികൾ കുടുങ്ങിപ്പോയി. ആ വണ്ടികളൊക്കെ ഇപ്പോൾ കടന്നു പോകാൻ കഴിഞ്ഞോ? എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്? SKN സൂചിപ്പിച്ചതുപോലെ തന്നെ 1 മണിക്കൂറിലധികം, അതായത് 1.5 മണിക്കൂറിലധികം നേരമാണ് ഇത്തരത്തിൽ ഉൾവനത്തിൽ KSRTC ബസ് അടക്കം നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടന്ന്. ഈ ബസ്സിലെല്ലാം നിറയെ യാത്രക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ മലക്കപ്പാറ അതിരപ്പള്ളി റൂട്ട് എടുക്കുകയാണെങ്കിൽ ഈ പാതയിൽ 6:30 വരെയാണ് ഈ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. വിനോദസഞ്ചാരികളടക്കം ഈ 6:30 അടുപ്പിച്ച് മാത്രമായിരിക്കും ഈ ചെക്ക് പോസ്റ്റ് കടന്ന് ഇതിനകത്തേക്ക് പ്രവേശിക്കുക. ആ സമയത്താണ് ഈ കബാലി, ഈ പത്തടിപ്പാലത്ത്, മലക്കപ്പാറയ്ക്ക് സമീപമുള്ള മേഖലയാണ് ഈ പത്തടിപ്പാലം എന്ന് പറയുന്നത്. പത്തടിപ്പാലത്തിന് സമീപം വലിയ മരം മറിച്ച് റോഡിലേക്ക് ഇടുന്നത്. ഈ മരം മറിച്ചിട്ടു എന്ന് മാത്രമല്ല, ആ മരം ഒടിച്ചു തിന്നുകൊണ്ട്, ആ മരത്തിന്റെ ചില്ലകളെല്ലാം ഒടിച്ചു തിന്നുകൊണ്ട് ഈ ആന ഏറെ നേരം അവിടെ നിലയുറപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ മരം മുറിച്ചു മാറ്റാനോ അല്ലെങ്കിൽ ആനയെ തുരത്താനോ ഒന്നും കഴിയാത്ത സാഹചര്യമായിരുന്നു. ഈ വാഹനങ്ങളുടെ നീണ്ട നിര കൂടി ആയതോടുകൂടി ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കടക്കം ഈ മേഖലയിലേക്ക് എത്തുന്നതിന് ഏറെ പ്രയാസപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ആന തന്നെ സ്വമേധയാ ഒരു 8 മണിയോടടുപ്പിച്ച് അവിടെ നിന്ന് മാറുന്നു. പിന്നീടാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ എല്ലാം നേതൃത്വത്തിൽ ഈ മരം മുറിച്ചു മാറ്റിയ ശേഷം ഈ വാഹനങ്ങളെല്ലാം തന്നെ കടത്തിവിട്ട എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ ഈ ഉൾവനത്തിൽ കുടുങ്ങിയ വാഹനങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ ചെക്ക് പോസ്റ്റിലേക്ക് എത്തണമെങ്കിൽ ഇനിയും 1 മണിക്കൂർ നേരം എടുക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. 8 മണിയോട് കൂടിയാണ് ഈ വാഹനങ്ങൾ ഈ പത്തടിപ്പാലത്ത് നിന്ന് നീങ്ങിയത്. അത് മലക്കപ്പാറയിലേക്കാണെങ്കിൽ പോലും അതിരപ്പള്ളിയിലേക്ക് എത്തണമെങ്കിൽ പോലും 1 മണിക്കൂർ ദൂരം ഈ മേഖലയിൽ നിന്ന് ഇവർക്ക് ഉൾവനത്തിലൂടെ യാത്ര ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ സമയം എന്ന് പറയുമ്പോൾ 8:30 കൂടി അടുക്കുന്നു. കൂടുതൽ വന്യജീവികൾ ഇറങ്ങുന്ന സമയമാണ്. യാത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് വലിയ ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഉൾവനത്തിൽ മറ്റു വെളിച്ചമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഈ അതുവഴി പോകേണ്ട ഈ മലക്കപ്പാറ വാഴച്ചാൽ ഈ പ്രദേശത്തെ റോഡിലൂടെ പോകുന്ന ഇപ്പോൾ അപകടകരമാണല്ലോ. അപ്പോൾ അവർക്ക് യാത്ര മാറ്റിവെക്കാൻ മാർഗമുണ്ടോ? SKN മറ്റൊരു പാതയിലൂടെ ഒന്നും തന്നെ ഇവർക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ ആനമല അന്തർ സംസ്ഥാന പാതയാണ് തമിഴ്നാടിനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാത. അതുകൊണ്ട് തന്നെ ഈ വഴിയിലൂടെ വേണം ഈ തമിഴ്നാട്ടിലേക്ക് പോകുന്നവർക്കും അല്ല കേരളത്തിലേക്ക് വരുന്നവർക്കും കടന്നു പോകണമെങ്കിൽ. ഇല്ലെങ്കിൽ പൊള്ളാച്ചി വഴി ചുറ്റി തൃശ്ശൂരിലേക്ക് എത്തണം. അത് കിലോമീറ്ററുകൾ താണ്ടി വേണം അവർക്ക് എത്തണമെങ്കിൽ. സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ എളുപ്പ വഴി എന്ന നിലയിലാണ് ഈ മലക്കപ്പാറ വഴി അതിരപ്പള്ളിയിലേക്ക് എത്താനുള്ള ഈ പാത തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ SKN 6:30 വരെ മാത്രമാണ് ഈ പാത കടത്തിവിടുക, ഈ പാതയിലൂടെ ആളുകളെ കടത്തിവിടുക. അതുകൊണ്ട് തന്നെ ഈ വിനോദസഞ്ചാരികളാകട്ടെ അവസാനം പോവുകയാണെങ്കിൽ ഈ വന്യജീവികളെ കാണാം എന്ന് കരുതി വിനോദസഞ്ചാരികൾ സ്വാഭാവികമായും വൈകിയായിരിക്കും 6:30 ഈ ചെക്ക് പോസ്റ്റ് കടക്കാൻ ശ്രമിക്കുക. പക്ഷേ അവർ ഈ ചെക്ക് പോസ്റ്റ് കടന്നാൽ പോലും 2 മണിക്കൂർ കൊണ്ട് ഈ ചെക്ക് പോസ്റ്റ് പിന്നിടണം എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. പക്ഷേ ഈ ചെക്ക് പോസ്റ്റ് പിന്നിട്ട് ഇവർ വരുന്ന സമയത്താണ് ഈ പത്തടിപ്പാലത്ത് വെച്ച് ഈ വലിയ മരം അത് ഈ ഒറ്റയാനായിട്ടുള്ള കബാലി കുത്തിമറിച്ചിടുന്നു. പിന്നീട് 1.5 മണിക്കൂറിലധികം നേരം ഈ മരം മറിച്ചിട്ട് ഈ ആന അവിടെ നിലയുറപ്പിക്കുന്നത്. സ്കെയിൻ ഈ ഒരാഴ്ചക്കിടെ മാത്രം ഇത് 2ാം തവണയാണ് കബാലി വാഹനങ്ങൾ തടയുന്നത്. കഴിഞ്ഞ ദിവസവും KSRTC ബസ്സും സ്വകാര്യ ടൂറിസ്റ്റ് ബസ് അടക്കം ഏറെ നേരം ഈ കബാലി തടഞ്ഞിട്ടിരുന്നു. പിന്നീട് ഈ ആന സ്വമേധയെ അവിടെ നിന്ന് മാറിയതിനു ശേഷമാണ് അവർക്ക് ഈ പകൽ സമയത്ത് യാത്ര തുടരാൻ കഴിഞ്ഞത്. പക്ഷേ ഈ രാത്രി സമയമായതുകൊണ്ട് തന്നെ ഈ വിനോദസഞ്ചാരികളെയും യാത്രക്കാരെയും എല്ലാം സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടായിരുന്നു. അതോടൊപ്പം SKN ഇവിടെ നിന്ന് മാറിയാണ് ഈ അടിച്ചിൽ തൊട്ടി എന്ന് പറയുന്ന ഊര്, അത് പ്രത്യേകിച്ച് ഈ കാട്ടാന ആക്രമണം എല്ലാം നേരിടുന്ന ആദിവാസി ഊരാണ്. അങ്ങോട്ടേക്കുള്ള തൊഴിലാളികളടക്കം അല്ലെങ്കിൽ അവിടുത്തെ ഊര് നിവാസികളടക്കം അങ്ങോട്ടേക്ക് പോകാൻ കഴിയാതെ ഇവിടെ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് വനംവകുപ്പ് എത്തി ഈ മരം മുറിച്ചു മാറ്റിയതിനു ശേഷമാണ് ഇവർക്കെല്ലാവർക്കും യാത്ര തിരിക്കാനായത്. എന്തായാലും ഈ വനത്തിനുള്ളിൽ കുടുങ്ങിയവർ നിലവിൽ ഇപ്പോഴും ഈ അതിരപ്പള്ളി ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിട്ടില്ല. ഇനിയും 1/2 മണിക്കൂർ നേരം, അതായത് 8 മണിക്ക് ശേഷമാണ് അവർ പുറപ്പെട്ടത്. 9 മണിയോട് കൂടി മാത്രമായിരിക്കും ഇവർക്ക് അതിരപ്പള്ളി ചെക്ക് പോസ്റ്റിലോ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലോ അല്ലെങ്കിൽ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലോ ഒക്കെ എത്തിച്ചേരാൻ കഴിയുക. എന്തായാലും ഇവരുടെ യാത്ര സുഗമമാണെന്നുള്ളതാണ് പറയുന്നത്. കാരണം വനംവകുപ്പിന്റെ അടക്കം പെട്രോളിംഗ് സംഘം ഈ കാനനപാതയിൽ ഉടനീളം തന്നെ ഈ പെട്രോളിംഗ് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുഗമമായി ഇവരെ വനത്തിനുള്ളിൽ നിന്ന് പുറത്തെത്തിക്കുന്നതിനുള്ള നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കേൻ
യഥാർത്ഥത്തിൽ ഈ അതിരപ്പള്ളി ചെക്ക് പോസ്റ്റിൻ്റെ ഉള്ളിൽ ഇവരേതാണ്ട് എത്ര കിലോമീറ്റർ ദൂരെയാണ് ഇപ്പോൾ ഉള്ളത്? സൂരജ് സജിക്ക് അതിനെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? കാര്യം എത്ര സമയം യാത്ര ചെയ്താലാണ് ഈ വനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇവർ ഈ അതിരപ്പള്ളി ചെക്ക് പോസ്റ്റിലെത്തുക? കാര്യം കൊടും വനമാണല്ലോ, അതിന് നടുവിലൂടെയല്ലേ അവരുടെ ഈ യാത്ര? നമ്മൾ ഈ വഴിയിലൂടെ എല്ലാം നിരന്തരം സഞ്ചരിച്ചിട്ടുള്ള ആളുകളാണ്. അങ്ങനെ നമ്മൾ കണക്കാക്കുന്ന ഒരു സമയം അടിസ്ഥാനമാക്കി കണക്കാക്കിയാൽ പോലും ഇവർ കുടുങ്ങിയ മേഖല എന്ന് പറയുന്നത് പത്തടിപ്പാലമാണ്. ഈ അടിച്ചിൽ തൊട്ടി കോളനി എന്ന് പറയുന്നതിന് സമീപത്ത്, അതിനൊരു 5 കിലോമീറ്റർ അകലെ വെച്ചാണ് ഇവർ കുടുങ്ങിയത്. അവിടെ നിന്ന് 1 മണിക്കൂറിലധികം സമയം, അതായത് വേഗത്തിൽ വരികയാണെങ്കിൽ പോലും 1 മണിക്കൂറിലധികം സമയം ഇവർക്കെടുക്കും. 8 മണിയോടുകൂടിയാണ് ഈ കുടുങ്ങിയ വാഹനങ്ങൾ അവിടെ നിന്ന് പുറപ്പെടാനായത് എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ അവർ എത്തുമ്പോൾ 9 മണി കഴിയും നിലവിൽ കണക്കുകൾ പ്രകാരം. ഇതിനിടയിൽ തന്നെ വലിയ വനമാണ്, ആനത്താരകൾ നിരവധിയുണ്ട്. അത് പെരിങ്ങൽകുത്ത് ഡാമിന് സമീപത്താകട്ടെ പലയിടങ്ങളിലും ആന സ്ഥിരം തമ്പടിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അത് ഈ പരുന്തുംപാറ, അതുപോലെ തന്നെ ഈ പോത്തുപാറ, പോത്തുകല്ല് തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ നിരവധി ആനത്താരകളുള്ള മേഖലയാണ്. പ്രത്യേകിച്ച് ഈ സമയമായാൽ ഒരു 8 മണി സമയമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആനകൾ ഈ റോഡിലൂടെ ഇറങ്ങി നടക്കുന്നത് നിത്യസംഭവമാണ്. അപ്പോൾ ഇവരുടെ യാത്ര ഇപ്പോൾ അതിരപ്പള്ളിയിൽ നിന്ന് നമ്മുടെ ലേഖകൻ റൂബിൻലാൽ കൂടി ചേരുന്നു. റൂബിൻലാൽ, ഇപ്പോൾ അവിടെ സഞ്ചരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താണ്? കാര്യം വനത്തിനുള്ളിൽ അവർ കുടുങ്ങിപ്പോയിരിക്കുകയാണല്ലോ. 8 മണി കഴിഞ്ഞാണല്ലോ ഇവർ യാത്ര ചെയ്തിരിക്കുന്നത്. ഈ ഒരുപാട് ആനത്താരകളുണ്ടെന്ന് സൂരജ് ജി പറയുന്നു. അപ്പോൾ ഈ അപകടം എത്രമാത്രം കുറയ്ക്കാൻ കഴിയും? വനംവകുപ്പിൻ്റെ വണ്ടികളൊക്കെ തന്നെ റോഡിലുണ്ടോ? SKN വനംവകുപ്പിന്റെ ആനക്കയം സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥര് ഈ ആന നിലയുറപ്പിച്ചിട്ടുള്ള പ്രദേശത്തുണ്ട്. ഇന്ന് ഈ വെക്കേഷൻ കഴിഞ്ഞ് കുട്ടികളെ, ആദിവാസി കോളനികളിലെ കുട്ടികളെ ഹോസ്റ്റലിലും സ്കൂളുകളിലും കൊണ്ടുവന്നാക്കാൻ പോയിട്ടുള്ള രക്ഷാകർത്താക്കൾ അടങ്ങുന്ന KSRTC ബസ്സും അവരുടെ സ്വകാര്യ വാഹനങ്ങളുമാണ് പ്രധാനമായിട്ട് അവിടെ കുടുങ്ങിയിരുന്നത്. അതുകൂടാതെ ഇന്ന് ഒരു മുടക്ക് ദിവസം കൂടി ആയതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റ് വാഹനങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ അവിടെ അപകട സാഹചര്യങ്ങളൊന്നുമില്ല. എല്ലാ വാഹനങ്ങളും മലക്കപ്പാറയിലേക്കും ചാലക്കുടിയിലേക്കും പുറപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. നിലവിൽ മറ്റ് പ്രശ്നങ്ങളില്ല. എന്നാൽ ഈ കബാലി എന്ന് പറയുന്ന ആനയ്ക്ക് ഇപ്പം മതപ്പാടാണ് എന്നാണ് വനപാലകരിൽ നമുക്കറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മലക്കപ്പാറ പാതയിലെ രാത്രി യാത്രകൾ കുറയ്ക്കണം എന്നുള്ളൊരു നിർദ്ദേശം അവർ പറയുന്നുണ്ട്. റൂബിൻലാൽ, വലിയ അപകടമില്ലാതെ അവർക്ക് സുരക്ഷിതമായി ഈ അതിരപ്പള്ളി ചെക്ക് പോസ്റ്റിൽ എത്താൻ കഴിയും എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. അതങ്ങനെ തന്നെയല്ലേ? ഓക്കെ, എന്തായാലും ഈ വാർത്തയെ റൂബിൻലാൽ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 24ലേക്ക് വിളിക്കുക. തീർച്ചയായും. റൂബിൻലാൽ, ഇപ്പോൾ അതിരപ്പള്ളിയിൽ എവിടെയാണ് ഉള്ളത്? അതിരപ്പള്ളിയിൽ ഞാനിപ്പോ വീട്ടിലാണ് SKN ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഈ വാർത്തയെ പിന്തുടരണം, വിവരങ്ങൾ അറിയിക്കണം. ഓക്കെ, എന്തായാലും ആളുകൾക്ക് സേഫായിട്ട് യാത്ര ചെയ്യാൻ കഴിയും. വാഴച്ചാൽ ഈ മലക്കപ്പാറ അതിരപ്പള്ളി ചെക്ക് പോസ്റ്റിനടുത്തുള്ള ഈ വനത്തിന് നടുവിലൂടെ ഈ കാട്ടാനകളെയൊക്കെ കടന്ന് വരേണ്ട ഒരു അവസ്ഥ അവർക്കുണ്ട്. എന്തായാലും അപകടമൊന്നും ഉണ്ടാകാതെ സുരക്ഷിതമായി ഇവർക്ക് വരാൻ കഴിയുമെന്ന് റൂബിൻലാൽ നമ്മോട് പറയുന്നു. അതിരപ്പള്ളിയിലൊക്കെ നല്ല പരിചയമുള്ള ആ വനപ്രദേശമൊക്കെ നല്ല പരിചയമുള്ള ആളാണ് ഈ റൂബിൻലാൽ. അപ്പോൾ റൂബിൻലാലിൻ്റെ വാക്കുകളെ വിശ്വസിക്കാം. മറ്റെന്തെങ്കിലും അടിയന്തര വാർത്തകളുണ്ടെങ്കിൽ റൂബിൻലാൽ ടെലിഫോൺ ലൈനിൽ വരും.